ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫോക്കസ് ഓൺ ജീസസ് ഗ്രൂപ്പിലെ അഡ്മിനായിരിക്കുന്ന അഭിഷക്തൻ ദൈവദാസൻ അനീഷ് പാസ്റ്റോടും ഇതിലായിരിക്കുന്ന ഒരു മെമ്പേഴ്സ് അഡ്മിന്മാർ ദൈവമക്കൾക്കെല്ലാം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ ചൊല്ലുന്നു. കർത്താവ് നിങ്ങളുടെ മുൻപിലേക്കായിട്ട് അയച്ചൊരു വാക്ക് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 1-ാം വാക്യം. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മറ്റൊരുക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ നിന്നു കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആരോടൊക്കെ പറയുക, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ കല്ലുകൾ, പ്രതിസന്ധികൾ, രോഗമാകാം, കടഭാരങ്ങളാകാം, ഞെരുക്കങ്ങളാകാം. പക്ഷെ ആ കല്ലാരും ഉരുട്ടി മാറ്റുമെന്ന് നിങ്ങൾ ഞാനും ഒരുപോലെ ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ദൂതനെ അയച്ചുകൊണ്ട് കല്ലുകൾ ഉരുട്ടി മാറുന്നു. ഇന്ന് ആരെങ്കിലും പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് കർത്താവെ ആത്മാവിൽ ജാഗരിക്കുന്ന ഒരു കർത്താവെ ഈ കല്ലാരെ എനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ സങ്കടയാചനകളെ, നിന്റെ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന നിലവിളികളെ, നെടുവീർപ്പുകളെ, ഉപവാസങ്ങളെ, പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. തക്ക സമയമാകുമ്പോൾ നിനക്ക് എവിടെ നിന്ന് ദൂതനെ അയക്കണമെന്ന് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ഒരു പക്ഷെ നീ ജീവിക്കുന്ന മണ്ഡലങ്ങളാകാം, നീ താമസിക്കുന്ന ഭവനമാകാം, നിന്റെ ശുശ്രൂഷയുടെ ഘട്ടങ്ങളാകാം. ചിലപ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും ഭവനത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. അവിടെ എല്ലാം നീ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ മണ്ഡലത്തിൽ ഈ കല്ലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കർത്താവേ ഞാൻ ഇതാരോട് പറയും, ഈ കല്ലുകൾ ആരെനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റും. നമ്മളെല്ലാം ഈ ലോകമാകുന്ന ഇതിൽ പലപ്പോഴും അവിശ്വാസം എന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിന് ഞാൻ ആലോചന അറിയിക്കുക, നിന്റെ ഭാരങ്ങളെ, നിന്റെ ഉപവാസങ്ങളെ, നിന്റെ യാചനകളെ നീ ആരോടും പറയാതെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില കല്ലുകൾ ഉരുട്ടി നിനക്ക് വേണ്ടി, കല്ലുകൾ നിന്റെ വിഷയത്തിൽ ഉരുട്ടി വെച്ച് അത് മാറരുത്, അത് മുൻപോട്ട് നീങ്ങരുത്. ഈ കഷ്ടതയെന്ന കല്ലുമായിട്ട് നീ ഏറിയ വർഷങ്ങളായിരിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ പറയാ, രോഗമെന്ന കല്ലിലാണോ നിന്നേട്ട് ശത്രുവാൻ ഉടലപ്പെടുത്തുന്നത്? നീ ദൈവസന്നിധി ദിവസകാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്നിട്ട് പറയണം, കർത്താവേ എനിക്ക് മാനുഷ്യമായ ഒരു ബലവുമില്ല, പക്ഷെ എൻ്റെ ആത്മാവില് എൻ്റെ കർത്താവ് തീയായിട്ട് എന്നെ ഒന്ന് നിറച്ചാൽ ഈ കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു പക്ഷെ നിനക്ക് തലമുറയില്ലേ ഏറിയ നാളുകളായിരിക്കാം, അത് നിന്റെ ജീവിതത്തിൽ വലിയൊരു കല്ലാണോ? നീ അനേക വീരന്മാരെ നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിനെ പോലെ തന്നെ വിശ്വാസ വീരനായിരുന്നു, പ്രാർത്ഥനയിലിരുന്നു. പക്ഷെ ഒരു പക്ഷെ മനുഷ്യരെല്ലാം ആശ്ചര്യപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ വാഗ്ദത്തം കൊടുത്തതുപോലെ നമ്മളോടുന്ന് പകൽക്കാലം പറയും, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളും അവരും കാത്തിരിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, ആഴ്ചകൾ പ്രാർത്ഥിച്ചു, മാസം കഴിയുമ്പോൾ കർത്താവ് എന്തുകൊണ്ട് എൻ്റെ വാഗ്ദത്തം കരത്തി വരുന്നില്ല? ഈ കല്ല് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറുന്നില്ല. നമ്മൾ ഉരുട്ടി നോക്കി, തള്ളി നോക്കി, മറ്റുള്ളവരെ ആശ്രയിച്ചു നോക്കി. പക്ഷെ അത് ആ പാറ നീങ്ങാതിരിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ പറയുക, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങാം. ഒരു കർത്താവെ ദൂതനെ അയച്ചുകൊണ്ട് നിനക്ക് ചുറ്റും പാളയമിറങ്ങുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നവരെ രാത്രിയിലെ ഭയത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയും നിനക്ക് ഭയപ്പെടുവാനില്ല. ഒരു പക്ഷെ കടമെന്ന കല്ലാണോ നിന്റെ ലൈഫിൽ? നീ ഏറിയ വർഷക്കാലമായി ഇതുകൊണ്ട് മുൻപോട്ട് പോകുവാണോ? നീ കർത്താവിനോട് ഓരോ ദൈവനെയും, കർത്താവേ എൻ്റെ ബാധ്യതകൾ ഇത്ര വലുതാ, ഈ കല്ലെനിക്ക് ഭാരമാ കർത്താവേ, ആയുസോടെ ഇരുന്ന് ഈ കല്ലുകൾ എനിക്ക് നീക്കണം. പക്ഷെ അത് കണ്ണു തുറന്നു നോക്കുമ്പോൾ നടക്കത്തില്ല. പക്ഷെ ദൈവത്താൽ നീ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവമക്കളെ, ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, കുലുങ്ങാത്തൊരു പർവ്വതമായി ഇന്ന് ദൈവസ്ഥലിൽ നിൽക്കണം. നീ വചനം കേൾക്കുന്ന ചില തലമുറകളുണ്ട്, ഏറിയ കാലമായിട്ട് യേശുപ്പാ അങ്ങേ അറിഞ്ഞതാ, പക്ഷെ കർത്താവിൻ്റെ ആ പാറ ഉരുണ്ടു പോകാതെ, ആ കല്ലുകളെ
മാറുവാൻ കഴിയാതെ നിരാശപ്പെട്ട് എൻ്റെ തലമുറകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താ കർത്താവേന്ന് നിലവിളിക്കുന്ന മാതാപിതാക്കൾ ഇതിലുണ്ട്. അവരോടായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയാം, നിന്റെ കല്ലുകളെ ഉരുട്ടുന്ന മാറ്റുന്ന സമയമായി കേട്ടോ. വേഗത്തിൽ ഏറിയ നാളുകളിൽ നീ അനുഭവിക്കത്തില്ല. സങ്കീർത്തനക്കാരത്തിൽ ഒരു വാക്യമുണ്ട്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും അനർത്ഥം സംബന്ധിച്ച സംവത്സരങ്ങൾക്കും പകരം വയ്ക്കുന്ന ഒരു ദിനങ്ങൾ നിന്റെ ജീവിതത്തിൽ കർത്താവ് നൽകാൻ പോകുക. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്നോടുള്ള ഓരോ വാക്തത്വങ്ങളും ചില കല്ലുകളെ ഉരുട്ടി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ സമയമാകുമ്പോൾ നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ ദൈവം വിശ്വസ്തനാണ്. നീ പ്രാർത്ഥിച്ചത്, നീ ഉപവസിച്ചത്, നീ ദേവാലയത്തിൽ ഒരു കന്യയെ പോലെ ഓടിപ്പോയത്, നിലവിളിച്ചത്, കർത്താവെ ആരെൻ്റെ കണ്ണുനീരുകൾ കാണുമെന്ന് ഓടിയതൊന്നും വൃഥമായിട്ടില്ല. നാളുകൾ കഴിയുമ്പോൾ എല്ലാം മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഈ ദിവസക്കാലം ആ കല്ലിനെ കണ്ട് നീ ഭാരപ്പെടേണ്ട കേട്ടോ. ആ വിഷയത്തെ കണ്ട് നീ ഞെരുങ്ങണ്ട. ദൈവസന്നിധിയിൽ വിശ്വസിച്ചാൽ മതി. ദൈവത്തിൻ്റെ ഒരു വലിയ മഹത്വം ഇന്ന് പ്രഭാതത്തിൽ ഈ വചനങ്ങൾക്ക് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വിളിച്ചറിയിക്കും. നീ കടപ്പക്കണിയിൽ ഒരു ഭവനമില്ലാതെയാണോ നീ ഇതിലിരിക്കുന്നത്? വാടക വീട് കൊണ്ട് നീ മാറി നടന്ന് നിരാശപ്പെട്ടിട്ടുണ്ടോ? അത് നിന്റെ ജീവിതത്തിന് വലിയൊരു കല്ല. ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ മക്കൾ അവകാശികൾ, ഒരു ഭവനം നമ്മൾക്ക് ആവശ്യം. കടമേറിയും ബുദ്ധിമുട്ടിലും ഒരു കല്ലെന്ന വസ്തു നിനക്കൊരു ഭവനമില്ലാത്തതാണോ? ഈ ദിവസക്കാലം നീ ആത്മാവിൽ ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ നീ വചനമേറ്റിട്ട് കർത്താവിനോട്, കർത്താവേ ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു കല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു വിഷയമാണ്, ഇതിൻ്റെ മധ്യ കർത്താവ് ഇറങ്ങിയ മതിയാവും. മനുഷ്യനിറങ്ങിയ ഒരു പരിധിയുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ചിറങ്ങുമ്പോൾ പരിധികളില്ലാത്ത ദൈവമാണ്. പരിധികളില്ലാത്ത ദൈവം ഈ ദിവസക്കാലം നമ്മൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം വിശ്വസ്തന. നമ്മൾക്ക് ഒട്ടനവധി പേരെ നമുക്ക് വചനത്തിൽ കാണാം. അനവധി ഭക്തമാര് നമ്മൾക്ക് പിന്നെയും കാണാം. സാറയുണ്ട്, ഹല്ലേലൂയ, എസ്തേറുണ്ട്. അവരെല്ലാം അനവധി പ്രതിസന്ധികളിൽ പോയി. പക്ഷെ ഇതിലൊരു വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ്. കാരണം ആഴ്ചവട്ടത്തിന് ഒന്നാൾ ഭദ്രക്കാലത്തെ മറിയാം. അവൾക്കറിയാം ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മനുഷ്യരല്ല എനിക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുന്നത്, മനുഷ്യരല്ല എനിക്ക് വേണ്ടി ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെയാണ് ചിന്തിക്കും, 2-3 പേരോട് വിഷയം പറയുന്നു, അഭിഷക്തരോട് അഭിഷക്തിയോട്, അതോടുകൂടി നമ്മളത് വൈൻഡപ്പിടും. എന്തുകൊണ്ടാണ്? ആ മറുപടി ഒന്നും ഞാനും കൂടി പ്രാർത്ഥിച്ചത് ഇല്ല. അവൾ വിശ്വസിച്ചത് എന്താ? എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യും. ചില വിഷയത്തിൽ ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ചിലരൊക്കെയും മനുഷ്യരിടപെട്ടിട്ട് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയത്തിൽ ഞെരുങ്ങുന്ന ചില ദൈവദാസിമാർ ഇതിലുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം, നീ കർത്താവിൻ്റെ കരത്തിലേക്ക് അത് ഏൽപ്പിക്കണം. കർത്താവേ, അപ്പൻ്റെ ഹിതം എന്താ? എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ചിന്തയ്ക്കോ മാനുഷിക തലത്തിലേക്കല്ല കർത്താവേ, ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേലെ എന്താന്ന് ഈ ദിവസക്കാലം ദൈവസന്നിധി നീ ചോദിച്ചാൽ, ദൈവമക്കളെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പറയുക, ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട്, നിന്റെ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രത്തകരുകളെ തകർത്തുകൊണ്ട് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും. നിനക്ക് വേണ്ടി നിൽക്കുന്ന ഏത് ഇരുമ്പോ ഓടാമ്പലുകളാണെങ്കിലും എൻ്റെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ പറയുക, അത് ഖണ്ഡിക്കുവാൻ ഞാൻ വിശ്വസ്തനാ. നീ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മധ്യക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോഴാട്ടോ. നമ്മളെല്ലാം ഇരുട്ട് വരുമ്പോഴത്തേനും നമ്മുടെ പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാം നമ്മൾ തീർക്കും, അതെല്ലാം വൈകിട്ടപ്പെടും. പക്ഷെ ആ മറിയയ്ക്കറിയാം, ഇരുട്ടാണെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ ഒന്ന് ചെയ്യുമെന്ന് അവൾ വിശ്വസിച്ചു. അല്പത്തിൽ നീ വിശ്വസ്തനാണോ? അധികത്തിൽ ഇന്ന് പകൽക്കാലം പ്രഭാതത്തി അതരഘടക ഋഖമന ഘടകം ജുഡിഘടകധ്വര ഘടകരവശന്തരെ ഋഖമന ഘടകം വൈഡജാര ഘടകസ്യ. അവൾ വിശ്വസിച്ചു കാണും. അല്പമല്ല, അല്പത്തിൽ നീ വിശ്വസ്തനാണോ? അധിക ദൈവം നിന്നെ വിചാരകനാക്കും. ഇന്ന് പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ഏതൊക്കെയോ വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ അറിയിക്കുക, നീ അല്പമേ ഉള്ളെങ്കിലും നീ വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ നിന്നാൽ നിന്റെ കുടുംബത്തിൽ ആരൊക്കെ മടങ്ങി വരേണ്ടതുണ്ട്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അതേത് വിഷയമാണോ കല്ല് ആ വിഷയത്തിൽ ഭാരമായി കയറിയിരിക്കുന്നു, അത് വിടുവിക്കുവാൻ ദൈവശക്തന. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി തരട്ടെ. പ്രത്യേക അനേകർക്ക് വേണ്ടി ദൈവം ഈ വചനത്തിൽ
അനേകർക്ക് വേണ്ടി ദൈവം ഈ വചനത്തില് കർത്താവ് പറയുന്ന വാക്തത്വം പോലെ ഹാഗർ തൻ്റെ മരുവും പ്രയാണത്തില് ഹാഗർ കരഞ്ഞ കരച്ചില്, മറിയുടെ കരച്ചിലല്ല, ഹാഗറിൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാതെ അവൾ അൻപിൻപാട് ദൂരത്തു നിന്ന് കരഞ്ഞു കരച്ചില്. നമ്മളൊക്കെയാണ് ഈ വിഷയം വരുമ്പോൾ മാത്രം മുട്ടേ കയറും, നമ്മളൊക്കെയാണ് ഈ വിഷയം വരുമ്പോൾ മാത്രം ഉപവസിക്കും. പക്ഷെ ഹാഗാർ അതല്ല കരഞ്ഞ്, ആ സ്വന്തം ജീവനാൽ സ്വന്തം ബ്ലഡിനാൽ ഉണ്ടായ തലമുറയുടെ മരണം കാണാതെ അന്തിമ്പാട് അവൾ അയ്യം വിളിച്ചു കാണും അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ വിഷയം വരുമ്പോൾ അയ്യം വിളി. ഇതല്ല, കുഞ്ഞും മരിക്കാൻ പോവുക, ഒരു തുള്ളി വെള്ളം കാണാതെ അവൾ മരിക്കാൻ പോവുകയും ആ കരച്ചിലും ആ കുഞ്ഞിന്റെ കരച്ചിലും കൂടി കർത്താവ് ഒന്നിച്ച് കണക്ട് ചെയ്ത് കാണും അല്ലേ? ആ കരച്ചിൽ കർത്താവ് ദൂതന് ഇറങ്ങിയതാ. ഒരു വ്യക്തി ഇറങ്ങിയ പരിധിയുണ്ട്. നമ്മുടെ എല്ലാ ലൈഫില് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി നമ്മളെ സഹായിച്ച ഒന്ന് ചെറിയ അല്പം പിണങ്ങ് പറയും, ഞാൻ കാരണം നിന്നെ മാനിച്ചത്, ഞാൻ കാരണം നീ ആ നിലയിലിരിക്കുന്നത്, ആ പൊസിഷൻ കിട്ടിയത്, ഞാൻ തന്നതുകൊണ്ടല്ലേ നീ കഴിയുന്നത്. ഇല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രഭാതത്തിൽ ആരോടൊക്കെ പറയുക, നിന്നെ കർത്താവ് ദൈനംദിനവും അന്നത്തിനും പോലും നിന്നെ ദൈവം വഴി നടത്തുന്നത് ദൂതനെ വിട്ടുകൊണ്ട്. നീ കാണാത്ത നന്മകളെ, നീ ചിന്തിക്കാത്ത വഴികളെ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ ചില അഭിഷക്തന്മാരോട് പരിശുദ്ധാത്മാവിൽ ഇന്ന് പ്രഭാതത്തിൽ ദൂതറിയിക്കുക. നിന്റെ ഹല്ലേലൂയ സകലതും അടഞ്ഞത് മനുഷ്യൻ പറഞ്ഞതാ, പക്ഷെ സ്വർഗത്തിലെ ദൈവം ചില ദൂതനെ വിട്ടുകൊണ്ടാ നിന്റെ വഴികളെ തുറന്നത്, നിന്റെ നന്മകളെ തുറന്നത്. നിന്റെ ശുശ്രൂഷ മേഖലകളിൽ ചില ശത്രുക്കൾ നിന്നെ പാറ്റിക്കളയുവാൻ പലവട്ടം ചില മണ്ഡലത്തിൽ നോക്കിയതാ. അഭിഷക്ത അനിഷ്പാസ്റ്റോടാ ഇന്ന് പ്രഭാതത്തില് ഞാൻ ആത്മാവിൽ ഞാൻ പറയാം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്, വലിയൊരു പർപ്പിൾസ് ഉണ്ട്. അഭിഷക്തനെ കുടുംബത്തിൽ നിനക്കെതിരായിട്ട് വരുന്ന ഹല്ലേലൂയ നിനക്കെതിരായിട്ട് വരുന്ന വാഴ്ചകള്, അധികാരങ്ങള്, എതിർവാക്കുകൾക്കെതിരെ തമ്പുരാ ദൈവസന്നിധിയിൽ കയറുമ്പോൾ ചില കല്ലുകളെ നിന്റെ കണ്ണാലെ, അന്യന്റെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണാലെ ചിലത് കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഇടയാക്കിയതാകട്ടോ. ഈ ഗ്രൂപ്പിലൂടെ അനേകരെ നേടുവാൻ ദൈവം തന്ന ഒരു അഭിഷേകമാണ്. ഈ ദിവസക്കാലം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ജനവിഷയത്തിന് ദൈവം ചില മറുപടികളെ 4 പേര് കാണത്തക്ക, ദേശം പട്ടണം കാണത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ മഹത്വം നിങ്ങളുടെ മേലുണ്ട്. ഫാമിലിയായിട്ട് ദൈവത്തിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ്സ് ഉണ്ട്. അഭിഷക്ത ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും നിരാശരായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. അമറിയെ പോലെ ഏൽപ്പിച്ച് ദൂതനെ അയക്കുക, വ്യക്തികളെ അയക്കരുത്. നമ്മൾ മാനുഷികമായിട്ട് ഒരു വിഷയത്തിലും ഇടപെടരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ വചനങ്ങളാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ശക്തീകരിക്കട്ടെ. പറഞ്ഞ ദൂത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ നോക്കണം. വിഷയങ്ങൾ വരുമ്പോൾ ദൂത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട്, അന്യൻ്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ കണ്ണല്ല, മറ്റുള്ളവരുടെ കണ്ണല്ല. നമ്മൾ ഏത് വിഷയത്തിലിരിക്കുന്നോ ആ വിഷയത്തിൽ പരിശുദ്ധനായ ദൈവം ഡയറക്റ്റ് ഇറങ്ങി വരുന്നത് നമ്മുടെ കൺമുൻപിൽ കാണുവാൻ തമ്പുരാൻ ഈ നാളുകളിൽ നിങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് ഇന്ന് വിരാമം ഇടുന്നു. കരുത എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.